ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ ഏറ്റവും ജനകീയമായ കലകളിലൊന്നായിരുന്നു മായാജാലം. മുൻപ് തെരുവുകളിൽ പോലും സാധാരണമായിരുന്ന മാജിക് ഇന്ന് എക്സിബിഷൻ ഗ്രൌണ്ടുകളിലും TV ചാനലുകളിലും മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. എങ്കിലും മാജിക് എന്ന് കേൾക്കുമ്പോൾ PC സർക്കാരും പ്രൊഫസർ വാഴക്കുന്നവുമൊക്കെയാണ് മലയാളികൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക. പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ അനുസ്മരണ പരിപാടികളുടെ വാർത്തകൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മാന്ത്രിക മുത്തച്ഛൻ പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ 33ാം അനുസ്മരണ ദിനം. അത്ഭുതങ്ങളുടെ ചെപ്പ് തുറന്ന് മാന്ത്രികരുടെ കൂട്ടായ്മ. നികുതി വർദ്ധിപ്പിച്ചിട്ടും UDF സർക്കാരിന്റെ ഖജനാവ് കാലിയെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ളക്കോയ. നികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മാർച്ച്. കേരളത്തിലെ പ്രാദേശിക തനിമയും കടൽ കടക്കുന്നു. മൺപാത്ര നിർമ്മാണവും ഹുക്ക നിർമ്മാണവും പഠിക്കാൻ കാനഡയിൽ നിന്നുള്ള പഠന സംഘം കൊയിലാണ്ടിയിൽ. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നികുതി വർദ്ധിപ്പിക്കാതെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും UDF സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടും ഖജനാവ് കാലിയായി കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ളക്കോയ. നികുതി വർദ്ധിപ്പിച്ച വാണിജ്യ നികുതി കമ്മീഷണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സമിതി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാണിജ്യ നികുതി വകുപ്പിന്റെ നിയമവിരുദ്ധ ഉത്തരവുകൾ പിൻവലിക്കുക, വ്യാപാരി ദ്രോഹ നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സെയിൽ ടാക്സ് ഓഫീസിലേക്ക് വ്യാപാരികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അനുമാന നികുതി അടയ്ക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് വകുപ്പ് 25C പ്രകാരം ലഭിക്കേണ്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നൽകേണ്ടെന്ന നിയമവിരുദ്ധ നിർദ്ദേശം വാണിജ്യ നികുതി കമ്മീഷൻ പിൻവലിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. വാറ്റിന്റെ ഘടനയെ തകർത്ത് പിടിച്ചുപറി നടത്തുന്ന വകുപ്പായി വാണിജ്യ നികുതി വകുപ്പ് മാറിക്കഴിഞ്ഞുവെന്നും വ്യാപാരി വ്യവസായ സമിതി കുറ്റപ്പെടുത്തി. സെയിൽ ടാക്സ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ളക്കോയ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നികുതി വർദ്ധിപ്പിക്കാതെ തന്നെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ UDF സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടും ഖജനാവ് കാലിയായി കിടക്കുകയാണെന്ന് AT അബ്ദുള്ളക്കോയ കുറ്റപ്പെടുത്തി. ഇതിന്റെ കാരണമെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനമന്ത്രി മാണി സാറിന്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമാണ് ഉണ്ടായിരുന്നത്. ധനമന്ത്രിയുടെ ഭാര്യയാണ് നോട്ട് എണ്ണുന്ന യന്ത്രത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിരുന്നത്. അതിന് മുമ്പത്തെ LDF ഭരണത്തിലെ തോമസ് ഐസക്കിന് വീടുണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ നോട്ട് എണ്ണുന്ന യന്ത്രം കൊടുത്തിരുന്നില്ല, അതിന് ഡ്യൂട്ടി കൊടുത്തിരുന്നില്ല. അബ്ദുൾ ഗഫൂർ രാജധാനി അധ്യക്ഷത വഹിച്ചു. PK ഗിരീഷ്, K സോമൻ, ജില്ലാ സെക്രട്ടറി CK വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവിശ്വസനീയമായ കാഴ്ചകളിലേക്ക് അത്ഭുതങ്ങളുടെ മാന്ത്രിക ചെപ്പ് തുറന്ന മജീഷ്യന്മാരുടെ കൂട്ടായ്മ SK പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. 80ാം വയസ്സിൽ അന്തരിച്ച മാന്ത്രിക മുത്തച്ഛൻ പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ 33ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓൾ കേരള മാജിക് കൺവെൻഷനിലാണ് വിസ്മയ കാഴ്ചകൾ പിറന്നത്. കൺകെട്ടും മായാജാലവും മാന്ത്രികവും ചെപ്പടി വിദ്യയുമെല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ് സിനിമാ പേരുകളിലൂടെ. കാഴ്ചകളിലേക്ക് അത്ഭുതങ്ങളുടെ മാന്ത്രിക ചെപ്പ് തുറക്കുന്ന മജീഷ്യന്മാരും മാന്ത്രിക താന്ത്രിക ആഭിചാരക്രിയകളുടെ ആചാര്യന്മാരും അഭ്രപാളികളിലൂടെ നമുക്ക് സുപരിചിതവുമാണ്. എന്നാൽ കോഴിക്കോട് നടന്ന മാജിക് കൺവെൻഷനിൽ മാജിക് ഇഷ്ടപ്പെടുന്നവർക്ക് മുൻപിൽ യാഥാർത്ഥ്യ ലോകത്തു നിന്നുള്ള അത്ഭുത കാഴ്ചകളാണ് മജീഷ്യന്മാർ തുറന്നുവച്ചത്. മാന്ത്രികത മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ മായാജാലത്തിന്റെ കുലപതി പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ 33ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികളുടെയും മജീഷ്യന്മാരുടെയും കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് SK പാർക്ക് ഓഡിറ്റോറിയത്തിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
കൺവെൻഷന്റെ ഭാഗമായി പാർക്കിനകത്തും പുറത്തും അരങ്ങേറിയത് മായാജാലത്തിന്റെ അദ്ഭുത വർണ്ണക്കാഴ്ചകൾ. സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാതെ കൈയടക്കത്തിന്റെ കാഴ്ചകൾ അവതരിപ്പിച്ചു കയ്യടി നേടി കൺവെൻഷനിൽ പങ്കെടുത്ത മജീഷ്യന്മാർ. ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളുടെ കാഴ്ചകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്ന സാധാരണ മലയാളികളുടെ വിശ്വാസങ്ങളിൽ നിന്നും ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു മാന്ത്രികന്മാർ മായാജാല വിദ്യകൾ അവതരിപ്പിച്ചത്. കറുത്ത തൊപ്പിയും മാന്ത്രിക വടികളുമായി കുഞ്ഞു മജീഷ്യന്മാരും കൺവെൻഷനിൽ പങ്കെടുത്തു. ശൂന്യതയിൽ നിന്നും വിരിയുന്ന വർണ്ണപുഷ്പങ്ങളും അന്തരീക്ഷത്തിൽ മാന്ത്രിക വടിയിലൂടെ വരച്ചെടുത്ത ചിത്രങ്ങളും അപ്രത്യക്ഷമാകുന്ന വസ്തുക്കളും മായാജാല കാഴ്ചകൾക്ക് പുതിയ മിഴിവേകി. കൂട്ടമായി എത്തിയ മാന്ത്രികന്മാർ കൺകെട്ട് വിദ്യകളുടെ മെഗാ ഷോ അവതരിപ്പിച്ചു. 80-ാം വയസ്സിൽ അന്തരിച്ച മാന്ത്രിക മുത്തച്ഛന് പുതിയ മജീഷ്യന്മാരുടെ പ്രണാമം. എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ മാജിക് എന്ന കലയെ ഇഷ്ടപ്പെടുന്നവരും മജീഷ്യന്മാരും ഒത്തുചേർന്ന കൂട്ടായ്മ നഗരത്തിന് പുതിയ അദ്ഭുത കാഴ്ചകളാണ് ഒരുക്കിയത്. മാജിക് കൺവെൻഷൻ പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ മരുമകനും സാഹിത്യകാരനുമായ PM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ബ്രാഹ്മണ സമുദായത്തിൽ നമുക്കറിയാം, അവര് മറ്റ് സമുദായങ്ങളുമായിട്ടോ ഈ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടോ ഒന്നും അങ്ങനെ ഇടപെട്ടിരുന്ന ആൾക്കാരല്ല. തുടർന്ന് 15 വയസ്സിന് താഴെയുള്ളവർക്കായി ജൂനിയർ വിഭാഗത്തിലും മറ്റുള്ളവർക്കായി സീനിയർ വിഭാഗത്തിലും മാജിക് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് വാഴക്കുന്നം സ്മാരക യുഗാമി റോളിംഗ് ട്രോഫിയും ഇരുവിഭാഗത്തിലും 1-2 സമ്മാനങ്ങൾ നേടിയവർക്ക് സംഘാടക സമിതിയുടെ സ്ഥിരം ട്രോഫിയും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു മാജിക് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. മാജിക് ക്ലാസുകളും വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു. വൈകിട്ട് വാഴക്കുന്നം അനുസ്മരണ സമ്മേളനവും മജീഷ്യൻ മനു മങ്കുമ്പിന്റെ ഉഗ്രൻ ഉജ്ജ്വലൻ എന്ന ഇല്യൂഷൻ മാജിക് ഷോയും അരങ്ങേറി. ചെയർമാനും മജീഷ്യനുമായ പ്രദീപ് ഹുഡീനോ, ജനറൽ കൺവീനർ ജോയ് ഒലിവർ, രത്നാകരൻ തുടങ്ങിയവർ മാജിക് കൺവെൻഷന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉയർന്ന പെൻഷൻ അർഹരായ തൊഴിലാളികളെ അനുമോദിക്കലും ക്ഷേമ പദ്ധതി ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MK മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉയർന്ന പെൻഷൻ അർഹരായ തൊഴിലാളികളെ അനുമോദിക്കലും ക്ഷേമ പദ്ധതി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK മൻസൂർ ഉദ്ഘാടനം ചെയ്തു. എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിലുണ്ടെങ്കിലും അത് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മനസ്സായി ഒരൊറ്റക്കെട്ടായി ഒന്നിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു തൊഴിൽ മേഖലയാണ് കോഴിക്കോട് തൊഴിലാളി മേഖല. നിലവിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ചുമട്ട് തൊഴിലാളിയായിരുന്ന ഇബ്രാഹിംകുട്ടി അടക്കം 12ഓളം പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് സെക്രട്ടറി MM സയ്യിദ് ക്ഷേമ പദ്ധതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചെയർപേഴ്സൺ ശൈലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P കൃഷ്ണൻ, അഡ്വക്കേറ്റ് PM നിയാസ്, MV സക്കീർ ഹുസൈൻ, A ബീരാൻകോയ, ബാബു കുന്നോത്ത്, PV മോഹനൻ, O ചന്ദ്രൻ, ബിജു ആന്റണി, ബേബി സ്വപ്ന, സിന്ധു തുടങ്ങിയവരും സംബന്ധിച്ചു. ദി മൾട്ടി ട്രീ എസ്കലേറ്റർ എന്ന തെങ്ങ്, കമുക്, മരം കയറി യന്ത്രം 2 വർഷം മുൻപ് താൻ കണ്ടുപിടിച്ച് രൂപകൽപ്പന നടത്തിയതാണെന്ന് കൽപ്പറ്റ പുത്തൂർവയൽ സ്വദേശി PV തോമസ് എന്ന കർഷകൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ തെങ്ങുകയറ്റത്തിന് പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു എന്ന രീതിയിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2015 മാർച്ചിൽ നടന്ന റൂറൽ ഇന്നോവേറ്റേഴ്സ് മീറ്റിൽ ഇത് വെക്കുന്നതിനുള്ള റെക്കമെൻഡ് ചെയ്തു. അവിടെ വെച്ച് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു പുരസ്കാരവും ട്രോഫിയും കിട്ടിയതാണ്. അന്ന് വെച്ച സാധനം കുറച്ചും കൂടി മോഡിഫൈ ചെയ്തതായിരുന്നു. അന്ന് വെച്ച സാധനം ഇതാണ്. ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്ന യന്ത്രത്തെ പോലുള്ള ഒരു യന്ത്രം ഇതിനു മുൻപ് മൾട്ടി ട്രീ എസ്കലേറ്റർ എന്ന പേരിൽ അവതരിപ്പിച്ചതാണ്. നല്ല സാങ്കേതിക മികവോടെയും സുരക്ഷാ ബെൽറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയും നിർമ്മിച്ച യന്ത്രത്തിന് പിന്നിൽ താനും മകൻ എബിനുമാണെന്ന് തോമസ് പറഞ്ഞു. 2 വർഷം മുൻപ് ഇതിന് ദൃശ്യപത്രമാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും തങ്ങൾ ഇതിനെ പേറ്റന്റിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തെങ്ങുകയറ്റത്തിനായി പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു എന്ന വാർത്തയെ ആസ്പദമാക്കിയാണ് കർഷകനായ PV തോമസ് താൻ രൂപം നൽകിയ യന്ത്രമടക്കം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചത്. വാർത്തകളിൽ ഇടവേള. All I need is you by my side, so shine
forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസ് ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. കേരളത്തിന്റെ പാരമ്പര്യം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിൽ സഞ്ചാരികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആയുർവേദവും യോഗയും ധ്യാനവും എന്നുവേണ്ട പരമ്പരാഗത കരകൌശല നിർമ്മാണം വരെ ഇവർ പഠന വിധേയമാക്കി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാനഡയിൽ നിന്നുള്ള 5 സംഘം മൺപാത്ര നിർമ്മാണവും ഹുക്ക നിർമ്മാണവും പഠന വിധേയമാക്കാനെത്തി. വർഷങ്ങൾക്ക് മുൻപ് കാനഡ സ്വദേശിയായ ടെറിഫോസും സുഹൃത്തുക്കളും കേരളത്തിലെത്തിയത് ഭാരതീയ പൈതൃക സംസ്കാരം ലോകത്തിന് സംഭാവന നൽകിയ ആയുർവേദവും യോഗയും പരിശീലിക്കാനായിരുന്നു. അന്ന് അവ പഠിച്ച് സ്വന്തം നാട്ടിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. ഇത്തവണ ടെറിഫോസിനൊപ്പം 5 കനേഡിയൻ സംഘം എത്തിയത് തുടർ പഠനത്തിനും ഒപ്പം പരമ്പരാഗത കരകൗശല വേലയെക്കുറിച്ച് മനസ്സിലാക്കാനുമായിരുന്നു. കൊയിലാണ്ടി മുജുകുന്നിലെ മൺപാത്ര നിർമ്മാണ സൊസൈറ്റിയിലും ഹുക്ക നിർമ്മാണ കേന്ദ്രത്തിലും ഇവർ സന്ദർശനം നടത്തി. മണ്ണ് കുഴച്ച് ചക്രത്തിൽ വെച്ച് അവ പാത്രങ്ങളായി രൂപാന്തരപ്പെടുന്നതും തുടർന്ന് ചൂടയിൽ വെച്ച് പൂർണ്ണ രൂപത്തിലാക്കുന്നതും തികഞ്ഞ കൗതുകത്തോടെയാണ് ഇവർ നോക്കി കണ്ടത്. സംഘത്തിലെ ചിലർ പരീക്ഷണങ്ങൾക്കും മുതിർന്നു. വിജയം കാണുകയും ചെയ്തു. കൊയിലാണ്ടിയുടെ യശസ് അറബി എത്തിച്ച ഹുക്ക നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യയും അവർ അടുത്തറിഞ്ഞു. സന്ദർശനത്തെക്കുറിച്ച് ടെറിഫോസ്. And I try to learn as much as I can about the culture, but this is the first time I ever saw this form of clay, this pottery making, and I'm really happy that I got to see this because it's hard to find authentic things like this at this stage. Authentic and cultural and rare, something that is being lost in the world. So we feel very honored that we are able to see this and learn about this. ചന്തുകുട്ടി മൂശാരിയുടെ ആലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങളും ദേവീദേവന്മാരുടെ തിടമ്പുകളും വിളക്കുകളും ആയുധങ്ങളും നിർമ്മിക്കുന്ന രീതി ഇവർ പകർത്തി സൂക്ഷിച്ചു. വെങ്കലപുരുക്കി വാർപ്പിലൊഴിച്ച് രൂപങ്ങളാക്കുന്നതും ആ രൂപങ്ങൾ കരവേലയിലൂടെ സുന്ദരമായി പൂർണ്ണമാകുന്നതും തികഞ്ഞ ആശ്ചര്യത്തോടെയാണ് 5 സംഘം കണ്ടറിഞ്ഞത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കലയുടെയും കരവിരുതിന്റെയും സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യം ലോകത്തെ അറിയിക്കാൻ ഒരു സംഘം കൂടി മുജുകുന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പകർത്തിയെടുത്ത അറിവുകൾ ലോകത്തിന് പകരാൻ ടെറിഫോസും സംഘവും നാട്ടിലേക്ക് യാത്രയായി. ക്യാമറമാൻ ശൈലേഷിനൊപ്പം സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക കൂട്ടായ്മയിൽ ജീവകാരുണ്യ പ്രസ്ഥാനം രൂപമെടുക്കുന്നു. ബോധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഫെബ്രുവരി 14 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക കൂട്ടായ്മയിൽ രൂപം കൊണ്ട ബോധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഫെബ്രുവരി 14 ഞായറാഴ്ച അഴകൊടി ഹാളിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. മനുഷ്യത്വം വെറുമൊരു വാക്കല്ലെന്ന് തെളിയിച്ച് അനശ്വരനായി തീർന്ന നൌഷാദിന്റെ മാതാവ് അസ്മാബി, പഠാൻകോട്ട് ഭീകരാക്രമണത്തിനിടെ ജീവൻ നഷ്ടമായ സൈനികൻ നിരഞ്ജന്റെ പിതാവ് EK ശിവരാജൻ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ തനതു മാതൃക തീർത്ത തെരുവോരം മുരുകൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സാമൂതിരി രാജ KC ഉണ്ണിയനുജൻ രാജ, കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്ന ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ, പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ സജീവ വ്യക്തിത്വങ്ങളുമായ ഡോക്ടർ MN കാരശ്ശേരി, A പ്രദീപ് കുമാർ MLA, മലപ്പുറം ജില്ലാ കളക്ടർ T ഭാസ്കരൻ, T സിദ്ദിഖ്, ജോയ് മാത്യു, K സുരേന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M മാധവിക്കുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒന്നിച്ചണിനിരക്കുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യ സംരംഭമായിരിക്കും ബോധി ചാരിറ്റബിൾ സൊസൈറ്റി എന്നും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സൊസൈറ്റിയുടെ പ്രവർത്തനമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
നാടകപ്രവർത്തകൻ PMK പയ്യാനക്കലിന്റെ കണിയാകുളം പോര് ഒരു തെക്കൻ വീരഗാഥ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പ്രകാശനം ചെയ്തു. റസാഖ് പയമ്പ്രോഡ് ആദ്യ പ്രതി സ്വീകരിച്ചു. PMK പയ്യാനക്കലിന്റെ രണ്ടാമത്തെ പുസ്തകം കണിയാകുളം പോര് ഒരു തെക്കൻ വീരഗാഥ പ്രകാശനം ചെയ്തു. കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പ്രകാശന കർമ്മം നിർവഹിച്ചു. വര പബ്ലിക്കേഷൻസ് MD റസാഖ് പയമ്പ്രോട്ട് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. നാടക പ്രവർത്തകൻ ദലീഷ് അധ്യക്ഷനായിരുന്നു. കനകരാജ് പുളിക്കൽ, PT പയ്യാനക്കൽ, PMK പയ്യാനക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും എയ്ഡ്സിനുമെതിരെ കുമിളകൾ എന്ന പേരിൽ 1.5 മണിക്കൂർ ടെലിഫിലിം നിർമ്മിച്ച് ശ്രദ്ധേയനായ വ്യക്തിയാണ് PMK പയ്യാനക്കൽ. പ്രതിക്രിയയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം. ഇൻസൈറ്റ് പബ്ലിക്കേഷൻസ് ആണ് കണിയാകുളം പോര് ഒരു തെക്കൻ വീരഗാഥ പ്രസാദനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി ചൂഷണത്തിനെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയുമുള്ള പ്രമേയങ്ങളുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച കലാജാഥ ജില്ലയിലെ 52 കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾക്കു ശേഷം മുതലക്കുളത്ത് സമാപിച്ചു. സമാപന സമ്മേളനം മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. കേരളം മണ്ണും മനസ്സും എന്ന വിഷയത്തിലൂന്നിയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപപ്പെടുത്തിയ കലാജാഥ ജില്ലയിൽ 52 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം മുതലക്കുളത്ത് സമാപിച്ചു. സമാപന സമ്മേളനം മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ K. ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കാവുമ്പാട്ട് ബാലകൃഷ്ണൻ, ഡോക്ടർ KP അരവിന്ദൻ, കരിവള്ളൂർ മുരളി, കോട്ടക്കൽ മുരളി, MM സജീന്ദ്രൻ, CP സുരേഷ് ബാബു, ജാഥ മാനേജർ MP പ്രേമാനന്ദ് എന്നിവർ സംസാരിച്ചു. ജാഥ കേന്ദ്രങ്ങളിൽ 15 ലക്ഷം രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചു. കലാജാഥയിൽ അവതരിപ്പിച്ച ഈ ഭൂമി ആരുടേത്, വെളിച്ചത്തെ സ്നേഹിക്കാതിരിക്കാനാവില്ല എന്നീ നാടകങ്ങൾ പരിസ്ഥിതി ചൂഷണത്തിനെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ പ്രമേയങ്ങളായിരുന്നു. ഇത് ദൂർത്തപുത്രർക്കായി ആവോളം കവരുവാൻ കരുതിയ അളവില്ല കലവറയല്ല, കരുതിയ അളവില്ല കലവറയല്ല. കരിവള്ളൂർ മുരളി രചിച്ച നാടകം സംവിധാനം ചെയ്തത് മനോജ് നാരായണനാണ്. കോട്ടക്കൽ മുരളി സംഗീത സംവിധാനം നിർവഹിച്ചു. സുധാകരൻ ചൂലൂർ, സുധീഷ് കൃഷ്ണ, ലിനീഷ് അരയംകുളം, ബിനേഷ്, ബിജു, അഷ്റഫ്, പ്രജിഷ, മേഘ എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കുള്ള ധനസഹായവും കത്തോലിക്ക ദിന ഫണ്ടിലേക്കുള്ള കവർ വിതരണവും നടന്നു. സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തലിക്ക ബാവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മവാറിലെയും മലബാറിലെയും ക്ഷീര കർഷകർക്കുള്ള ധനസഹായവും കത്തോലിക്ക ദിന ഫണ്ടിലേക്കുള്ള കവർ വിതരണവും നടന്നു. ചടങ്ങ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. അറിയാവുന്നവർക്കൊരു 10-20 ദുവാല തയ്ക്കുകയാണെങ്കിൽ തന്നെ അതുപോലെ തയ്യലിലൂടെ നമ്മുടെ പ്രയാസം മാറ്റുവാനായി ഭദ്രാസനത്തിലെ ക്ഷീര കേര തയ്യൽ അറിയാവുന്നവരെ ചേർത്തുകൊണ്ടൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിനെക്കുറിച്ച് കൂടുതലായി അടുത്ത വർഷം വേണേൽ നമുക്ക് അതിന് ചെയ്യാവുന്നതാണ്. ക്ഷീര കർഷകരെ പോലെ കേര കർഷകർ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നു. പല പ്രസ്ഥാനങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും. ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത് നമ്മളത് കാണാറില്ല. അതിലൂടെ ഇറങ്ങി വരണം എന്ന് ഓർപ്പിക്കുന്നതിനോടൊപ്പം മലബാർ മേഖലയിലെയും ബ്രഹ്മവാറിലെയും 250ഓളം ക്ഷീര കർഷകർക്കാണ് ധനസഹായ വിതരണം നടന്നത്. മലബാർ ഭദ്രാസന അധിപൻ ഡോക്ടർ സക്കറിയ മാർത്തയോഫിലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ മാത്യൂസ് വാഴക്കൂട്ടത്തിലും ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ
പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക, കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ, എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. വയനാടൻ ചുരത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം മാർച്ച് 25-ന് ദുഃഖ വെള്ളിയാഴ്ച നടക്കും. ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പീഠാനുഭവ സന്ദേശം നൽകും. 1992 ഏപ്രിൽ 17-ന് ദുഃഖവെള്ളി സന്ദേശത്തോടെ ആരംഭിച്ച കുരിശിന്റെ വഴി 25 വർഷം പൂർത്തിയാക്കുകയാണ്. കേരളത്തിലും അയൽ സംസ്ഥാനത്തിലുമുള്ള വിശ്വാസികൾ കുരിശിന്റെ വഴിയിലൂടെ പ്രാർത്ഥനകൾ നടത്തുന്നു. 2015 ഡിസംബർ 4-ന് ആരംഭിച്ച രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മാർച്ച് 25-ന് ദുഃഖവെള്ളി സന്ദേശത്തോടെ സമാപനമാകുമെന്ന് ഫാദർ തോമസ് ടി തുണ്ടത്തിൽ പറഞ്ഞു. പരിപാടിയിൽ താമരശ്ശേരി രൂപതാ വികാർ ജനറൽ മാത്യു മാവേലി അധ്യക്ഷനാകും. ദുഃഖവെള്ളി ദിനത്തിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ വൈദികരും കന്യാസ്ത്രീകളും നിരവധി വിശ്വാസികളും പങ്കെടുക്കും. ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി അടിവാരം ഗത്സമേൻ ദേവാലയത്തിൽ തുടങ്ങി മൌണ്ട് സീനായ് ലക്കിടി ദേവാലയത്തിൽ സമാപിക്കും. പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുസ്തക പ്രകാശനം കോഴിക്കോട്ട് നടന്നു. പൂനാരങ്ങ എന്ന പുസ്തകം രചയിതാവായ ജോയ് മാത്യു തന്നെയാണ് പ്രകാശനം നിർവഹിച്ചത്. 18 വർഷം മുൻപ് ജോയ് മാത്യു രചന നിർവഹിച്ച സങ്കടൽ എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന നടൻ ജോയ് മാത്യുവിന്റെ പൂനാരങ്ങ എന്ന ഓർമ്മകളുടെ പുസ്തകം അദ്ദേഹം തന്നെയാണ് പ്രകാശനം ചെയ്തത്. പുസ്തക പ്രകാശനത്തിനായി ഒരു അതിഥിയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും മനസ്സിൽ വന്ന പേരുകളെല്ലാം സുഹൃത്തുക്കളുടേതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കൊണ്ട് പ്രകാശനം നിർവഹിപ്പിക്കുന്നത് മറ്റു സുഹൃത്തുക്കൾക്ക് പ്രയാസമുണ്ടാക്കും. അതുകൊണ്ടാണ് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സ്വയം പ്രകാശനം നിർവഹിക്കാൻ തീരുമാനിച്ചതെന്നും ജോയ് മാത്യു പറഞ്ഞു. അങ്ങനെ വേണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ കൂടെ സ്വീകരിക്കുന്ന ഒരു പ്രകാശനം മതി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി പ്രകാശനം ചെയ്യണം. കോഴിക്കോടിന് പുറത്തുള്ള എന്നെ സ്നേഹിക്കുന്ന ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ പുസ്തകം. മാതൃഭൂമി ബുക്സ് മാനേജർ കെ നൌഷാദ് സ്വാഗതം പറഞ്ഞു. ജോയ് മാത്യു രചിച്ച് സജീവ് നമ്പീത്ത് സംവിധാനം ചെയ്ത സങ്കടൽ എന്ന നാടകം ആക്ടിക് ലാബ് അവതരിപ്പിച്ചു. റീന മറിയ, ദീപുൽ മാത്യു, വിഷ്ണു, സനൂപ് പടവീടൻ, മനു മാർട്ടിൻ, ദീപക് ജയപ്രകാശ്, അമൽദേവ് എന്നിവർ നാടകത്തിൽ വേഷമിട്ടു. എനിക്ക് ഞാനിപ്പോ തട്ടിപ്പുകാരനോ, അപ്പൊ ഞാൻ പറയട്ടെ, പഴയകാല ഗാനങ്ങളുടെയും അതിന്റെ പിന്നണി പ്രവർത്തകരെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിലാവ് കോഴിക്കോട് ഗായിക പി മാധുരിയെ ആദരിച്ചു. കവി പി കെ ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയാളികൾക്ക് ഒട്ടനവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച ശബ്ദത്തിനുടമയായ പി മാധുരിയെ പഴയകാല ഗാനാസ്വാദകരുടെ കൂട്ടായ്മയായ നീലാവിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടി കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. ഈണവും ഇണക്കവും പൊരുത്തവും ചേർന്നതാണ് നല്ല സംഗീതത്തെ സൃഷ്ടിക്കുന്നതെന്നും ഇവ മൂന്നുമില്ലാത്തിടത്ത് സംഗീതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യത്തിന് കാലമില്ലാത്തതുപോലെ സംഗീതവും കാലാതീതമാണ്. 5000-ലധികം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന സംഗീതം ഇപ്പോഴും നാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈണവും ഇണക്കവും പൊരുത്തവുമുള്ള സംഗീതത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. അത്തരം യന്ത്രവൽക്കരണങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതെ സംഗീതത്തെ സംരക്ഷിക്കാൻ എല്ലാവരും കരുതലെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം എന്ന മഹാസമസ്യയ്ക്ക് പ്രതിഭാസത്തിന് അർത്ഥം നിർവചിക്കുക അസാധ്യമാണ്. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പി മാധുരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നിലാവ് പ്രസിഡന്റ് വി സലീം പി മാധുരിക്ക് ഉപഹാരം കൈമാറി. നിലാവ് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KM കാദ്രി അധ്യക്ഷം വഹിച്ചു. ട്രഷറർ M ഷിജുകുമാർ പി കെ ഗോപിക്ക് ഉപഹാരം നൽകി. സെക്രട്ടറി പി സുരേഷ് കുമാർ സ്വാഗതവും MS മെഹറൂഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത സംവിധായകൻ സലിൽ ചൌധരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യയും അരങ്ങേറി. മാധ്യമം, പത്രം, ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പയുടെ തെരഞ്ഞെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു.
തുറന്നുവെച്ച കണ്ണുകൾ എന്ന പ്രദർശനം പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സമകാലീന സംഭവങ്ങളുടെ നേർക്കാഴ്ചകളുമായി മാധ്യമം ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പിയുടെ ഫോട്ടോ പ്രദർശനം തുടങ്ങി. തുറന്നുവെച്ച കണ്ണുകൾ എന്ന തലക്കെട്ടിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനത്തിൽ 40ഓളം ഫോട്ടോകളാണുള്ളത്. പോലീസുകാരനെ കുനിച്ചു നിർത്തിയടിക്കുന്ന വിദ്യാർത്ഥികളും ലാത്തികൊണ്ട് വിദ്യാർത്ഥികളുടെ തലക്കടിക്കുന്ന പോലീസുകാരനും സമരങ്ങളുടെ വിവിധ കാഴ്ചകളെ തുറന്നു കാണിക്കുന്നു. പ്രസവിച്ച ഉടനെ ആശുപത്രി ജനാലയിലൂടെ പുറത്തേക്കിറങ്ങിയ ചോരക്കുഞ്ഞിന്റെ മാസം തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രം മനസ്സിനെ നൊമ്പരപ്പെടുത്തും. അശ്രദ്ധ മൂലം നഗരത്തിൽ നടക്കുന്ന അപകടങ്ങളുടെ വിവിധ കാഴ്ചകളും മെലിഞ്ഞുണങ്ങിയ നിളയുടെ ദൈന്യത വെളിപ്പെടുത്തുന്ന ഫോട്ടോയും കോഴിയിറച്ചിയുടെ അവശിഷ്ടം പുഴുങ്ങിക്കഴിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദൈന്യത നിറഞ്ഞ മുഖങ്ങൾ, ടി പി ചന്ദ്രശേഖരന്റെ ബൈക്ക് കണ്ട് വിതുമ്പിക്കരയുന്ന ടി പി രമയുടെ ചിത്രം എന്നിവയും ഏറെ ശ്രദ്ധ നേടിയവയാണ്. ഫോട്ടോഗ്രാഫർ പി മുസ്തഫ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കമൽ വരദൂർ, അലി കോവൂർ, ചോയ്ക്കുട്ടി, അജീബ് കോമാച്ചി, മധു, സുനിൽ അശോകപുരം, CS അരുൺ എന്നിവർ സംസാരിച്ചു. പാലക്കാട് സ്വദേശിയായ പ്രകാശ് കരിമ്പ്ര കോഴിക്കോട് നന്മണ്ട 13ലാണ് താമസം. ബാലുശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഒപ്ട്രോമോളജിസ്റ്റ് ലേഖയാണ് ഭാര്യ. ആഗ്നേയ്, അദ്വൈത് എന്നിവർ മക്കളാണ്. പ്രദർശനം ഫെബ്രുവരി 14 അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മികച്ച വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചും കലാസായാഹ്നമൊരുക്കിയും കാലിക്കറ്റ് പീസ് ഗുഡ്സ് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബമേള കോഴിക്കോട്ട് നടന്നു. സംഘടനയുടെ പ്രസിഡന്റ് PP മുകുന്ദൻ അധ്യക്ഷം വഹിച്ചു. കാലിക്കറ്റ് പീസ് ഗുഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ കുടുംബമേള ടാഗോർ ഹാളിൽ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് PP മുകുന്ദൻ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് യൂനസ്, സെക്രട്ടറി PV നവീന്ദ്രൻ, SS ദേവൻ, SD ഷേണായ്, PH മുഹമ്മദ്, C സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിച്ചു. വേദിയിലേക്ക് തുടർന്ന് 10th സ്റ്റാൻഡേർഡിൽ തന്നെ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. തുടർന്ന് കാലിക്കറ്റ് B4U അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോട്ടിയട്ട് ശ്രീ ഭഗവതി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവവും കളംപാട്ടും നാളികേരമേറും ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി പട്ടേരി സംജേഷിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കോട്ടിയാട്ട് ശ്രീ ഭഗവതി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും സമർപ്പണവും ഇതോടൊപ്പം നടക്കും. പണിക്കർ സർവീസസ് സൊസൈറ്റി ചെയർമാനും ജ്യോതിഷ പണ്ഡിതനുമായ ബേപ്പൂർ TK മുരളീധര പണിക്കർ രചിച്ച കൃഷ്ണസഖി എന്ന പുതിയ നോവലും പ്രകാശനം ചെയ്യും. വളയനാട് ക്ഷേത്ര മേൽശാന്തി കേശവൻ മൂസതിൽ നിന്നും വാർഡ് കൌൺസിലർ നമ്പിടി നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും. മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, വാഗച്ചാർത്ത്, മഹാഗുരുതി, 1000 കുടം ആടൽ, നവകം, പഞ്ചഗവ്യം, സർപ്പബലി, ഭഗവതിക്കും വേട്ടക്കാരനും കളംപാട്ട്, വേട്ടയ്ക്കൊരുമകന് നാളികേരമേറ്, സ്വയംവര പാർവതി പൂജ, പ്രസാദ ഊട്ട് തുടങ്ങിയ വിശേഷാൽ പൂജകളോടെ നടക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പട്ടേരി സംജേഷും മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാന്ത്രിക മുത്തച്ഛൻ പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ 33ാം അനുസ്മരണ ദിനം. അത്ഭുതങ്ങളുടെ ചെപ്പ് തുറന്ന് മാന്ത്രികരുടെ കൂട്ടായ്മ. നികുതി വർദ്ധിപ്പിച്ചിട്ടും UDF സർക്കാരിന്റെ ഖജനാവ് കാലിയെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ള കോയ. നികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മാർച്ച്. കേരളത്തിലെ പ്രാദേശിക തനിമയും കടൽ കടക്കുന്നു. മൺപാത്ര നിർമ്മാണവും ഹുക്ക നിർമ്മാണവും പഠിക്കാൻ കാനഡയിൽ നിന്നുള്ള പഠന സംഘം കൊയിലാണ്ടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.